വാർത്തകൾ വിശദമായി. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണത്തിൽ മുൻമന്ത്രി കെ ബാബുവിനെതിരായ നിർണായക തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. ബാബുവിന്റെ ബിനാമി എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ലഭിച്ചത്. ബാബുവിനെതിരായ ബാർക്കോഴ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബാബുറാം രമേശ് ചെന്നിത്തലയ്ക്കും വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കും എഴുതിയ കത്തുകളും വിജിലൻസ് കണ്ടെടുത്തു. ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ രേഖകളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. നാളെ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. ബാബുറാമിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കെ ബാബുവുമായി ബാബുറാമിനെ ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവ് ലഭിച്ചത്. ബാബുറാം വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്ക് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും എഴുതിയ കത്തുകളായിരുന്നു അത്. ബാബുവിനെതിരായ ബാർ കോഴക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബാബുറാം ഇരുവർക്കും കത്ത് നൽകിയത്. ബാർ കോഴക്കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെ ബാബു സത്യസന്ധനായ നേതാവാണെന്നും ഒക്കെയായിരുന്നു കത്തിലെ പരാമർശങ്ങൾ. കത്തിന്റെ പകർപ്പും കത്ത് കൈപ്പറ്റിയതിന്റെ രേഖയും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ബാബുവും ബാബുറാമും തമ്മിൽ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകളും വിജിലൻസ് ശേഖരിച്ചു. കുമ്പള സ്വദേശിയായ ബാബുറാം ബാബുവിന്റെ ബിനാമിയാണെന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ കണ്ടെത്താനുള്ള വിജിലൻസിന്റെ ശ്രമം ഇതോടെ വിജയിച്ചു. ഇനി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു. നാളെ വിജിലൻസ് ആസ്ഥാനത്തെത്താൻ ആവശ്യപ്പെട്ട് ബാബുവിന് വിജിലൻസ് കത്ത് നൽകിയിട്ടുണ്ട്. ബാബുറാമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അനധികൃത സ്വത്ത് സംബന്ധിച്ച നിരവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. ബാബുറാം ബന്ധം തെളിയിക്കാനാകുന്നത് കേസന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് വിജിലൻസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിജിലൻസ് ഡയറക്ടറായി തുടരുമെന്ന സൂചന നൽകി ജേക്കബ് തോമസ്. വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വിജിലൻസിന്റേത് കൂട്ടായ പ്രവർത്തനമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരണമെന്ന് VS അച്യുതാനന്ദൻ. ജേക്കബ് തോമസ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷം ആക്ഷേപിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകുമെന്നും VS പറഞ്ഞു. ജേക്കബ് തോമസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അയാളിൽ ന്യായമായും ഉണ്ടാകാവുന്ന നടപടികൾ വിളംബിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂത്രമായിരുന്നത്. അതെ, അതുകൊണ്ടാണ് നമ്മളത് കയറിയിട്ട് അത് ശരിയായ നടപടിയല്ല, അയാളൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ കാര്യം. സത്യനാണല്ലോ. തുടരണം, തുടരുകയാണ് വേണ്ടത്. ചീഫ് ജസ്റ്റിസിന് കത്തയക്കാം. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേരെ പ്രതി ചേർത്ത് വിജിലൻസ് കേസെടുത്തു. UDF സർക്കാരിന്റെ കാലത്തെ വിദേശമദ്യ ഇൻസെന്റീവ് ക്രമക്കേടിലാണ് അന്വേഷണം. എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെൽ തയ്യാറാക്കിയ FIR തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. 2011-2014 കാലയളവിൽ വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് കൺസ്യൂമർ ഫെഡിന് ലഭിച്ച ഇൻസെന്റീവ് തുകയിൽ വൻ കുറവുണ്ടായെന്ന് കണ്ടെത്തിയതോടെയാണ് വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെൽ മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസെടുത്തത്. ആദ്യഘട്ടത്തിൽ ആരെയും പ്രതി ചേർക്കേണ്ടെന്നും എന്നാൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ പ്രതി ചേർക്കാമെന്നും ഈ മാസം 3-ന് വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രാഥമികാന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ 8 പേരെ പ്രതി ചേർത്തത്. CN ബാലകൃഷ്ണൻ കേസിൽ 8ാം പ്രതിയാണ്. 60 ലക്ഷം 58 ലക്ഷം വരെ ഇൻസെന്റീവ് കിട്ടിയോടത്ത് UDF സർക്കാർ വന്നതിന് ശേഷം 4 ലക്ഷത്തി സംതിങ് വരെ ഇൻസെന്റീവ് വെറുതെ എഴുതി ചേർക്കാൻ വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചൊരു സാധ്യത ഉണ്ടായി. കൺസ്യൂമർ ഫെഡ് മുൻ പ്രസിഡന്റ് ജോയ് തോമസ്, മുൻ MD റിജി ജി നായർ, സഹകരണ വകുപ്പ് മുൻ അഡീഷണൽ രജിസ്ട്രാർ V സുനിൽകുമാർ, മുൻ ചീഫ് മാനേജർ R അജയ്കുമാർ, മുൻ റീജിയണൽ മാനേജർമാരായ M ഷാജി, സുഷ് സുകുമാരൻ, വിദേശമന്ത്രി വിഭാഗത്തിലെ മുൻ മാനേജർ സുജിത കുമാരി എന്നിവരാണ് മറ്റു പ്രതികൾ. UDF അധികാരമേറ്റ ശേഷം 2011 മുതൽ 14 വരെ കൺസ്യൂമർ ഫെഡ് വഴിയുള്ള മദ്യവിൽപ്പന വൻതോതിൽ ഉയർന്നിരുന്നു. എന്നാൽ ക്രമാനുസൃതമായ വർധന ഇൻസെന്റീവ് തുകയിൽ വന്നിട്ടില്ലെന്ന് മാത്രമല്ല മുൻവർഷങ്ങളെക്കാൾ കുറവും സംഭവിച്ചു. 2014 ആകെ 4 ലക്ഷം രൂപ മാത്രമാണ് ഇൻസെന്റീവായി കണക്കുകളിൽ കാണുന്നത്. എന്നാൽ ടോമി ജെ തച്ചങ്കരി മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ ശേഷം 2015 90 ലക്ഷം രൂപ ഇൻസെന്റീവായി ലഭിച്ചെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. മലയാളം ഐക്യവേദി പ്രസിഡന്റ് ജോർജ് വട്ടകുളമാണ് പരാതിക്കാരൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തു. പദ്ധതി ഡയറക്ടർ കൂടിയായ PG സുരേഷ് കുമാറിനെതിരെയാണ് നടപടിയെടുത്തത്. KSTPയിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നതായും പദ്ധതി നടത്തിപ്പിലെ അപാകതയെ തുടർന്ന് ഖജനാവിന് നഷ്ടമുണ്ടായതായും മന്ത്രി G സുധാകരൻ പറഞ്ഞു. KSTPയുടെ കഴിഞ്ഞ 3 വർഷത്തെ പദ്ധതി നടത്തിപ്പിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് KSTP ഏറ്റെടുത്ത് നടക്കുന്ന റോഡ് പണികളെ സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കരാറുകാരൻ അമിത ലാഭമുണ്ടാക്കത്തക്ക തരത്തിൽ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുകയും സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതായും പരാതികളുണ്ട്.
ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 3 വർഷം KSTP നടത്തിയ എല്ലാ റോഡ് പണികളെയും അവരുടെ എസ്റ്റിമേറ്റുകളെയും കരാർ നൽകിയതിനെയും സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഉത്തരവാദികൾ ആരെല്ലാമാണെന്ന് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിജിലൻസ് വിഭാഗത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ഏത് തരത്തിൽ ചീഫ് എഞ്ചിനീയർ ലെവലിൽ അഴിമതി നടന്നാൽ ഗവൺമെന്റ് കണ്ണടക്കില്ല, ശക്തമായ നടപടിയെടുക്കുമെന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ABVP പ്രവർത്തകരുടെ മർദ്ദനമേറ്റ നജീബ് അഹമ്മദിനെ കാണാതായ സംഭവത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം പുറത്തേക്ക് വ്യാപിക്കുന്നു. നാളെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലേക്ക് JNU വിദ്യാർത്ഥികൾ മാർച്ച് നടത്തും. നജീബിനെ മർദ്ദിച്ച ABVPക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്ന വൈസ് ചാൻസലറുടെ ഉറപ്പിന്മേൽ വിദ്യാർത്ഥികൾ നടത്തിവന്ന ഉപരോധ സമരം പിൻവലിച്ചു. വൈസ് ചാൻസലറെയും രജിസ്ട്രാറെയും ബന്ദിയാക്കി വിദ്യാർത്ഥികൾ നടത്തിവന്ന ഉപരോധ സമരമാണ് 24 മണിക്കൂറിന് ശേഷം പിൻവലിച്ചത്. സർവകലാശാല അധികൃതരുമായി JNU സ്റ്റുഡന്റ് യൂണിയൻ ഭാരവാഹികൾ നടത്തിയ ചർച്ചയിൽ നജീബിനെ മർദ്ദിച്ച ABVPക്കാർക്കെതിരെ 2 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി നടപടിയെടുക്കുമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ABVPക്ക് പിന്തുണ നൽകുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ നടപടികൾക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് JNU സ്റ്റുഡന്റ് യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി. സർവകലാശാലയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് ABVP ശ്രമിക്കുന്നതെന്നും യൂണിയൻ വൈസ് പ്രസിഡന്റ് PP അമൽ പറഞ്ഞു. ഹോസ്റ്റലിന്റെ ചുവരുകളിലെല്ലാം തന്നെ മുസ്ലിംസ് ആർ ടെററിസ്റ്റുകളെന്നും മറ്റുമുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി വയ്ക്കും. ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ മനഃപൂർവ്വം ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഈ ക്യാമ്പസിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പല ക്യാമ്പസുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലുള്ള ഒരു ശ്രമം തന്നെയാണ് JNUവിൽ നടന്നത്. നജീബിനെ കാണാതായിട്ട് 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നജീബിനെ കാണാതായ സംഭവത്തിൽ സർവകലാശാല അധികൃതർ പോലീസിൽ പരാതി നൽകുക, നജീബിനെ മർദ്ദിച്ചവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. സർവകലാശാലയ്ക്കകത്തെ ഉപരോധ സമരം അവസാനിപ്പിച്ചെങ്കിലും ABVPയോട് സർവകലാശാല അധികൃതർ സ്വീകരിക്കുന്ന മൃദു സമീപനത്തിനെതിരെ പ്രതിഷേധം പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ. JNU ക്യാമ്പസിൽ നിന്നും M സന്തോഷ്. അഭിഭാഷകർക്കെതിരെ ആഞ്ഞടിച്ച് സെബാസ്റ്റ്യൻ പോൾ. വിശദീകരണമില്ലാതെ അക്രമാസക്തരാകുന്ന 2 വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് തെരുവ് നായ്ക്കളും, 2 അഭിഭാഷകരും. തെരുവ് നായ്ക്കൾക്ക് ചികിത്സയുണ്ട്, എന്നാൽ അഭിഭാഷകർക്ക് എന്ത് ചികിത്സ നൽകണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. സെബാസ്റ്റ്യൻ പോളിന് പിന്തുണയുമായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ. ഭൂരിപക്ഷത്തിനനുസരിച്ച് ചിന്തിച്ചില്ല എന്ന പേരിൽ അഭിഭാഷകനെ പുറത്താക്കുന്ന നിലപാട് ശരിയല്ല. ജോസ് കുറ്റ്യാനി അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയ നടപടി താൻ മുൻപ് റദ്ദ് ചെയ്ത് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഹൈക്കോടതി നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കാൻ അഡ്വക്കേറ്റ് അസോസിയേഷന് അധികാരമില്ലെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു.